ഈ വരി കേട്ടിട്ട് വേറെ ഇതൊക്കെ വിളഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, നല്ല വിളഞ്ഞ് തൊട്ടതേ ഉള്ളൂ കണ്ടോ, വീണത് കണ്ടോ, അതാ തറയിൽ വീണ് കിടക്കുന്ന നോക്ക്. തറയിൽ വീണതൊക്കെ എടുക്കാം കേട്ടോ, നോക്കണ്ട. ഇത് ഇത്ര വലിപ്പമേ ഉള്ളൂ, പക്ഷേ കുറച്ചുകൂടി വലുതാവുന്നു. മേളിൽ ഇരിക്കുന്ന വീഡിയോ എടുത്തോനെ, കുറച്ച് ഇത്തിരി വലുതായി നിൽക്കുന്നുണ്ട്. ഇതുകൊണ്ട് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുക. അത് ഇച്ചിരി വലുതാണ്, അല്ലാതൊക്കെ ഒരു ലിമിറ്റിനപ്പുറം വലുതാവത്തില്ല. ഉണ്ടോ, നമ്മൾ പറമ്പിൽ വന്നപ്പോൾ കിട്ടിയതാ ഈ 2 പേരയ്ക്ക. ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി വെക്കാം. സ്റ്റാർ ഫ്രൂട്ടിലൂടെ നിൽക്കുന്നുണ്ട്, ഒന്ന് പിച്ചെടുക്കാം. കണ്ടോ, ഈ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടോ, വളഞ്ഞ് നിൽപ്പുണ്ടല്ലേ. ഇത് നല്ല പഴുക്കുമ്പോൾ നല്ല മധുരമുള്ളതാണ്. ഇത് കേടായി കേട്ടോ, ഇത്രയും നിന്ന് പഴുക്കണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ നിൽപ്പുണ്ട്, ഇവിടെയൊക്കെ നിൽക്കുന്നു. ഇതുകൊണ്ട് അതും കുറച്ച് പഴുത്ത് നിൽക്കുകയാണ്. നമുക്കൊന്ന് തൊട്ട് വെക്കണം, അത് നാളെ ഒന്ന് പിച്ചിയാൽ മതിയോ. ഇത് തണ്ടി നല്ല ബലമുണ്ട്, പക്ഷേ കേട് വേണം കേട്ടോ, പിച്ചെടുക്കാം. മുതുകത്ത് കെട്ടുന്നുണ്ടല്ലോ, ഇതാണ്ടതാ ഇവിടെ നിൽക്കുന്നു കണ്ടോ. കുറച്ച് വിളയുമ്പോഴാണ് ഇതിന് നല്ല സൂപ്പർ ടേസ്റ്റ് കണ്ടോ. ഇതിലെന്തോ അപ്പോൾ നമുക്ക് പേരയ്ക്കായും സ്റ്റാർ ഫ്രൂട്ടും കിട്ടി കേട്ടോ. സാധാരണ അത് കിട്ടാറില്ല, വീഡിയോ പിടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ തറയിൽ കിടക്കുന്ന സാധനമാണിത്. നല്ലെണ്ണടുത്തേക്കാ പുതിയ കൂമ്പ് വന്നിട്ടുണ്ട് വാഴയിൽ കേട്ടോ. ഇതാ ഈ ബേറാപ്പിളൊക്കെ ശരിക്കും പിടിച്ചിടുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ശരീരത്തിലൊക്കെ നിറച്ച് സൂം ചെയ്ത് എടുത്ത ഇതെല്ലാം ബേറാപ്പിളാണ് കേട്ടോ. ഇതൊക്കെ പിടിച്ച കമ്പുകളങ്ങ് ഉണങ്ങി കഴിഞ്ഞ് പോയി. അതെന്താണോ എനിക്കറിയില്ല, ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് പോകും. അത് വലുതായി കിട്ടിയതുമില്ല, ശരിക്കും പിടിച്ചായിരുന്നു, അതുപോലെ തന്നെ നശിച്ചു പോവുകയും ചെയ്തു. എന്തൊരു കഷ്ടമല്ലേ, പേരൊക്കെ വളഞ്ഞിരിക്കുന്നു. ഇത് കണ്ടോ, മൾബറി. ഓക്കെ, മൾബറി, എനിക്ക് പേര് മറന്നു. ഈ മൾബറി കിട്ടി കേട്ടോ. ഈ മൾബറി അല്ലാണ്ട് ഈ മൾബറിയൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ. ഇതാണ് ഇങ്ങനെ ഒരു പെട്ടിക്കകത്തുനിന്ന് വന്ന് പെട്ടിയിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പുറത്ത് ചാടി ഇങ്ങനെയായി പിന്നെ ഇത്തിരി വലുതായി വരുന്ന. ഇത് യെല്ലോ കളർ തന്നെയാണ് കേട്ടോ, ബ്ലാക്ക് ആവില്ല.